നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടേക്കെങ്കിലും ഇറങ്ങി ഒന്ന് പോയാലോ? ഈ വീർപ്പ് മുട്ടൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആവുന്ന നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് അവളെ ആത്മഹത്യ ചെയ്യാൻ വിട്ടാ മതിയായിരുന്നു. നാശം നടത്തിയല്ലോ. ആങ്ങളെ ഇറങ്ങിപ്പോന്നു. ചേട്ടാ ഒരു ചായ. ഞാൻ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. ഹലോ മോളെ. ഹലോ, ഇത് എവിടെ എത്തി? അതെ, ബൈപ്പാസിലേക്ക് കയറുക മോളെ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളിതേ ബൈപ്പാസിന്റെ റോഡിനരികിൽ ഹർഷനങ്ങള് ചായ കുടിക്കുക. ഇപ്പൊ വന്ന കാര്യങ്ങളെല്ലാം പറയാം. ആണോ? ആ കടയുടെ പേരൊന്ന് പറയോ? പേരൊന്നും കാണാനില്ല. കടയുടെ മുന്നിൽ 2 വലിയ കൊടകളുണ്ട്. പെട്ടെന്ന് വരണേ അമ്മേ. ഹർഷനങ്ങള് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും വണ്ടി എടുക്കും. അമ്മ എന്താ അണയ്ക്കുന്നത്? അമ്മ കാറിലല്ലേ? മോളെ, കാറ് വഴിയിൽ കേടായി. മോള് നിൽക്കുന്ന സ്ഥലത്തേക്ക് അമ്മ ഓടി വന്നോണ്ടിരിക്കുക. എങ്കി വേഗം വാ അമ്മേ. ഹർഷനങ്ങളിതാ ഇപ്പൊ ചായ കുടിച്ച് തീരും. ശരി മോളെ, അമ്മയ്ക്ക് ബൈപ്പാസ് കാണാം. അമ്മ ദേ വന്നു കഴിഞ്ഞു. അമ്മയുടെ കാറ് കേടായി പപ്പി. അമ്മ റോഡിലൂടെ ഓടിയാ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സത്യേ, ഈ കല്യാണം നടക്കില്ല. അത്രയ്ക്ക് നമ്മളെല്ലാരും കഷ്ടപ്പെടുന്നുണ്ട്. ഹർഷനങ്ങള് ചായ കുടിച്ചു കഴിഞ്ഞു. സത്യയുടെ അമ്മയെ കണ്ടില്ലല്ലോ. ബൈപ്പാസിലേക്ക് കേറിയെന്നല്ല അമ്മ പറഞ്ഞത്. ഇവിടുന്ന് വണ്ടി വിട്ടാൽ എങ്ങനെ നമ്മുടെ പിന്നാലെ വരും? കാറ് കേടല്ലേ കൃഷ്ണ. എന്റെ ഭഗവാനെ, ഞങ്ങളുടെ വിളി എന്താ കേൾക്കാത്തത്? സത്യയുടെ അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചു തരണേ. ചേട്ടാ എത്രയായി? 10 രൂപ. ശരി, ഓ. ദേ അങ്കിള് വരുന്നു. ഇരുന്നോ. ഹർഷ! 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 അവരിപ്പോ എവിടെ എത്തിക്കാണും? ഹർഷനെയും കൊണ്ട് കുഞ്ഞിച്ചി പോന്നിട്ടുണ്ടാവോ? ഇവിടെ നിന്ന് മാറി നിന്ന അപ്പ സത്യമ്മ പിന്നാലെ വരും. അതുകൊണ്ട് ഇവിടുന്ന് മാറാനും പറ്റില്ല. എന്താ ശ്യാമക്കുഞ്ഞ്, ഈ കല്യാണം നടക്കുവോ? ശാലിനി കുഞ്ഞ് വരും, വരാതിരിക്കില്ല. ഇതിൽ പര ഒരു ചതിവ് പറ്റാനില്ലല്ലോ. വിഷ്ണു കുഞ്ഞിന്റെ നിപ്പ് കണ്ടില്ലേ? പാവം, എനിക്ക് കുഞ്ഞിച്ചി ഹർഷനെയും കൊണ്ട് വരുമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. വിഷ്ണുവേട്ടന് പ്രതീക്ഷിക്കാൻ അതൊന്നുമില്ലല്ലോ. എവിടേക്കെങ്കിലും
പറ്റിയെങ്കിൽ ഇറങ്ങി ഒന്ന് പോയാലോ? ഈ വീർപ്പ് മുട്ടൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആവുന്ന നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് അവളെ ആത്മഹത്യ ചെയ്യാൻ വിട്ടാൽ മതിയായിരുന്നു. നാശം. ശ്യാമേ, പപ്പിമോളെ വിളിക്കേ. കാർത്തികയെ താലം കൊടുത്ത് ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരേണ്ടത് കുട്ടികളെല്ലാരും കൂടിയല്ലേ? പപ്പിയും പപ്പിയുടെ കൂട്ടുകാരെല്ലാം വിളിക്കേ. ആ വിളിക്കാം. വിളിക്കേ. ആ. അവളെവിടെ? ഇതുവരെ അവളെ ഇവിടേക്ക് കണ്ടില്ലല്ലോ. സത്യമേ, അവളവിടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുക. എന്റെ കൃഷ്ണ, അവരിതെവിടെത്തി? ഇനിയും പപ്പിമോളെ തിരക്കി സത്യമ്മ വന്നാ ഞാൻ എന്ത് പറയും? ഇനിയും വൈകിയ കാര്യങ്ങളൊക്കെ കൊഴയുമല്ലോ ഈശ്വര. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഹർഷ, എന്താ എന്താ കാര്യം? ഞാൻ കളക്ടർ ശാലിനി വിഷ്ണു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാവൂ, രക്ഷപ്പെട്ടു. എന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ മേഡമായിരുന്നോ? അതെ, ഹർഷനെ കണ്ട് മുന്നോട്ട് വരുമ്പോഴായിരുന്നു അവിടെ ആക്സിഡന്റ് ഉണ്ടായത്. എന്നെ ഹർഷന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നുള്ളൊരു ഓർമ്മ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സത്യടമ്മേ, അമ്മേ. മോളെ, പിന്നെ മേഡം അങ്ങനെ എന്നെ ഫോളോ ചെയ്തെത്തി? ഹോസ്പിറ്റലിൽ നിന്ന് ഹർഷന്റെ ഒപ്പം കാറിനുള്ളിൽ ഇവരും ഉണ്ടായിരുന്നു. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന് എന്നെ ഹർഷന്റെ മുന്നിൽ എത്തിക്കാൻ ഇവര് കുറെ പാടുപെട്ടു. അല്ല, എന്തിനാ എന്നെ എങ്ങനെ തിരക്കി കിടക്കുന്നേ? ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക, അവളിപ്പോ എന്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക. കാർത്തികയെ അറിയോ? ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.